പരിശുദ്ധ ഖുർആനിൽ 15 സ്ഥലത്താണ് ഇങ്ങനെ തിലാവത്തിൻ്റെ സുജൂദ് വന്നിട്ടുള്ളത്. സുജൂദുകൾ പല വിധത്തിലുണ്ട്. സുജൂദ് സഹ്വ്, സഹ്വിൻ്റെ സുജൂദ് നമുക്കൊക്കെ അറിയാം. സുജൂദ് ശുക്ർ, ശുക്റിൻ്റെ സുജൂദ് അതും നമുക്കറിയാം. അതേ അവസരത്തിൽ സുജൂദ് തിലാവത്ത്, തിലാവത്തിൻ്റെ സുജൂദ് ഒരൊറ്റ സുജൂദേ അതുള്ളൂ, ഒരൊറ്റ സുജൂദേ അതുള്ളൂ. സഹ്വിൻ്റെ സുജൂദ് 2 ഉണ്ട്, ശുക്റിൻ്റെ സുജൂദും ഒന്നേയുള്ളൂ. അപ്പോൾ ഈ തിലാവത്തിൻ്റെ സുജൂദ് നമ്മൾ നിർവഹിക്കാൻ പരിശുദ്ധ ഖുർആനിൽ 15 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ നമുക്ക് അങ്ങനെ സുന്നത്താക്കിയിട്ടുള്ളവയുണ്ട്. പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ഓടിച്ചു പോകേണ്ട കാര്യമില്ല. പരിശുദ്ധ ഖുർആനിൽ എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ കണ്ടില്ലേ, വഹും ലാ യസ്തക്ബിറൂന്ന് കഴിയുന്നിടത്ത് ഒരു പ്രത്യേക ചിഹ്നം കണ്ടോ, ഒരു പ്രത്യേക ചിഹ്നം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ സുജൂദ് ചെയ്യൽ പുണ്യകരമാണ്. സൂറത്തുൽ അഅറാഫ്, റഅദ്, നഹ്ല്, ഇസ്രാ, മറിയം, ഹജ്ജ്, ഫുർഖാൻ, നംല്, സജദ, സ്വാദ്, ഫുസ്സിലത്ത്, നജ്മ്, ഇൻഷിഖാഖ്, അലഖ്. അപ്പോൾ 14 ഒന്നും കൂടി ആകാൻ കാരണം ഹജ്ജിൽ 2 ഉണ്ട്. അപ്പോൾ 15 മനസ്സിലായില്ലേ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇനി അതിനെ സംബന്ധമായിട്ട് നമുക്ക് സാധാരണഗതിയിൽ സാധാരണ പല ആളുകളും ചോദിക്കാറുള്ള ചില സംശയങ്ങളുണ്ട്. അതാണ് ഇനി ഒന്നാമത്തത്. അതിൻ്റെ മുമ്പ് നമുക്ക് ഈ സുജൂദിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും സുജൂദുകൾ ചെയ്യുമ്പോൾ ഓരോ സുജൂദ് കൊണ്ടും കിട്ടാവുന്ന നേട്ടം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ തൻ്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം ഏതാന്ന് ചോദിച്ചാൽ അഖറബമായ യകൂനുൽ അബ്ദു ഫി റബ്ബിഹി, ഒരു അബ്ദ് തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന നേരം ഏതാണ്? സുജൂദാണ്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ധാരാളം പ്രാർത്ഥിച്ചോളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫഖമിനുൻ അൻ യുസ്തജാബ ലക്കും, നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും അർഹമായ സമയമാണത് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സുജൂദിൻ്റെ മഹത്വം. ഇനി മറ്റു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഖറഅ ഇബ്നു ആദമ അസ്സജദ, മനുഷ്യൻ സുജൂദിൻ്റെ ആയത്തോതിയിട്ട് ഫസജദ, അവൻ സുജൂദ് ചെയ്താൽ യഅ്തസല ശൈത്താനു യബ്കി, ശൈത്താൻ കരഞ്ഞുകൊണ്ടാണ് മാറിപ്പോകുന്നത്. നമ്മൾ സുജൂദിൻ്റെ ആയത്തോതിയിട്ട് അവിടെ സുജൂദ് ചെയ്യുമ്പോൾ ശൈത്താൻ പൊട്ടിക്കരയുന്നു. എന്നിട്ട് അവൻ പറയും, യാ വൈല, ഞാൻ എത്ര നശിച്ചവനാണ്, എൻ്റെ നഷ്ടമേ എന്ന് ശൈത്താൻ വിലപിച്ചുകൊണ്ട് പറയും. ഉമിറ ഇബ്നു ആദം ബിസ്സുജൂദി, ആദമിൻ്റെ പുത്രൻ മനുഷ്യൻ സുജൂദ് കണ്ട് കൽപ്പിക്കപ്പെട്ടപ്പോൾ ഫസജദ, അവൻ എന്ത് ചെയ്യുന്നു? അവൻ സുജൂദ് ചെയ്തു. ഫലഹുൽ ജന്ന, അത് കാരണമായിട്ട് അവൻ എന്ത് കിട്ടാൻ പോകുന്നു? സ്വർഗണ്ട്. വ ഉമിർതു ബിസ്സുജൂദി, ഞാൻ സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരുന്നു, പക്ഷേ ഫഅസൈതു, ഞാൻ അതിനനുസരിച്ചില്ല, ഞാൻ ധിക്കാരമാണ് ചെയ്തത്. ഫലിയന്നാർ, എനിക്ക് നരകാണല്ലോ കിട്ടുക എന്നും പറഞ്ഞിട്ട് അവൻ വിലപിക്കും എന്നാണ്. അപ്പം എത്ര മഹത്വമുണ്ട് നമ്മളൊരു സുജൂദ് ചെയ്യുമ്പോൾ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അടുത്ത ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖറഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സംഭവം ഉദ്ധരിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൻ നജ്മ് ബി മക്ക, മക്കയിൽ വെച്ച് സൂറത്തുൻ നജ്മ് പാരായണം ചെയ്തു. ഫസജദ ഫീഹാ, അതിൽ സുജൂദിന്റെ ഇടത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്തു. വസജദ മൻ മഅഹു ഗൈറ ശൈഖ്, കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സുജൂദ് ചെയ്തു. അത്യധികം കിബറുള്ള ഒരു തന്ത സുജൂദ് ചെയ്തില്ല. അത് വേറെ വിഷയത്തിൽ, അത് വിശദീകരണം വരെ ഞാൻ അപ്പം അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. എന്തായിരുന്നാലും അന്ന് അവിടെ എല്ലാവരും സുജൂദ് ചെയ്തു എന്നാണ് കേട്ടപ്പോൾ, എല്ലാവരും സുജൂദ് ചെയ്തു എന്നാണ്. അപ്പോൾ സൂറത്തുൻ നജ്മ്. എന്നാൽ ഈ സുജൂദിന്റെ ഇടങ്ങളിൽ സുജൂദ് ചെയ്യൽ നിർബന്ധമാണോ? വിധി എന്താണ്? നിർബന്ധമാണോ? ചെയ്തതിൽ ശിക്ഷട്ടോ? ഇല്ല. അതിന്റെ തെളിവ് കേട്ടോളി. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖറഅതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് ഒരിക്കൽ വന്നജ്മി സൂറത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഫലം യസ്ജുദ് ഫീഹാ, അല്ലാഹുവിന്റെ റസൂൽ അതിൽ സുജൂദ് ചെയ്തില്ല. അപ്പം അത് വിഷയം പഠിപ്പിക്കാനാണ്, അനുവദിക്കപ്പെട്ടാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠം സുജൂദ് ചെയ്യൽ തന്നെയാണ്. ഒഴിവാക്കിയ ശിക്ഷയൊന്നുമില്ല, പക്ഷെ നമ്മൾ ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. നിർബന്ധമല്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് പണ്ഡിതന്മാർ ആ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ, മസലകൾ ആ വിഷയത്തിലുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഒരാൾ പാരായണം ചെയ്യണം. ആ പാരായണം ചെയ്യുന്നത് ശ്രദ്ധയോടെ നമ്മൾ കേട്ടിരിക്കുന്നുണ്ട്.
എങ്കിൽ ആ വ്യക്തി സുജൂദിലേക്ക് പോയാൽ നമുക്കും സുജൂദിലേക്ക് പോകൽ സുന്നത്താണ്. ഒരാൾ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്, അപ്പം നമ്മളതിലേക്ക് സാഗൂതം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സുജൂദിൻ്റെ സൂറത്ത് ഓതി, അപ്പോൾ സുജൂദിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കും അത് കേട്ടാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അതൊരു മസലയായിട്ട് നമ്മൾ പഠിച്ചു വെക്കാം. ഇനി നിസ്കാരത്തിലാകുമ്പോൾ ഇമാമിനെ ഫോളോ ചെയ്യണം, നമുക്ക് വിട്ടിരിക്കാൻ പറ്റില്ല. അതിപ്പോൾ വേണമെന്നും വേണ്ടാന്നൊക്കെ രണ്ടും ചെയ്യാനാണല്ലോ. തൽക്കാലം ഇപ്പം എനിക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഊരവേദന ഉണ്ട്, ഇമാമ ചെയ്തോട്ടെ, ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? നിസ്കാരത്തിൻ്റെ അകത്ത് ഫോളോവേഴ്സിന് മഅ്മൂമീങ്ങൾക്ക് അതിന് ചാൻസ് ഇല്ല. ഇമാമ് സുജൂദിൽ പോയോ മഅ്മൂമീങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്യണം? ഇമാമിനെ ഫോളോ ചെയ്യുക എന്നുള്ള നിലക്ക് കൂടി എന്ത് ചെയ്യണം? അവനും സുജൂദിൽ പോകേണ്ടതുണ്ട്. ഇനി പതുക്കെയുള്ള നിസ്കാരത്തിൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടേ ഇമാമ് സുജൂദിലേക്ക് പോകാവൂ. ഇപ്പോൾ ളുഹ്റിന് ഇമാമ് പിന്നെ സബീസ്മ റബ്ബിക്കല്ല മറ്റേ സൂറത്തുൽ അലക്കാണ് പാരായണം ചെയ്തു, അദ്ദേഹം സുജൂദിലേക്കാണ് പോയി. ആൾക്കാർക്ക് മനസ്സിലാവോ? പതുക്കല്ലേ ഇതിൽ ഓതണേ? അല്ലെങ്കിൽ അദ്ദേഹം പറയണം, ഞാൻ ഇന്ന് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം എന്തോതും അലക്കാണ് ഓതുക, അവസാനം സുജൂദിലേക്ക് പോകുന്ന അറിയിപ്പ് കൊടുത്താൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഉറക്കെ ഓതുന്ന നിസ്കാരത്തിലെ ഇമാം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. മഅ്മൂമ മാത്രമായിട്ട് സുജൂദിൽ പോകാനും പാടില്ല. അതും അതിൻ്റെ മസലയാണ്. ഇമാമ് സുജൂദ് എന്തപ്പോൾ ഈ മനുഷ്യൻ പിശാചൊക്കെ കരീണ ഈ സുജൂദായിട്ട് മൂപ്പരെന്തപ്പോൾ സുജൂദ് പോകാത്ത, എൻ്റെ വകയായിട്ട് ഞാൻ വേഗം ഒന്നാണ് പോയി വരാം എന്ന് വിചാരിച്ച് മഅ്മൂം ഒറ്റയ്ക്ക് എന്ത് ചെയ്യരുത്? സുജൂദിലേക്ക് പോകാനും പാടില്ല. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി ഇരുന്ന് ഖുർആൻ ഓതുന്ന ഒരാൾ സുജൂദിന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കണോ? വേണ്ട. നമ്മൾ ഇരുന്ന് ഖുർആൻ ഓതാണ്, അപ്പം നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് വേണോ സുജൂദിലേക്ക് പോകാൻ? വേണ്ട. ആ ഇരുന്നേടത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സുജൂദിലേക്ക് പോകാം. മറ്റൊന്ന് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കണോ? അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ടാണോ ഇങ്ങനെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടത്? അല്ല. ഒന്ന് തക്ബീർ ഒന്നും ചൊല്ലേണ്ടതില്ല. പോകുമ്പോഴും വരുമ്പോഴും തക്ബീർ ചൊല്ലണോ? അതും വേണ്ട. ആയത്തോതിയാണ് അവസാനിക്കുക, നേരെ പോകുക, സുജൂദിലേക്ക് പോകുക. എഴുന്നേറ്റ് നിങ്ങളുടെ ഓത്ത് തുടരുകയാണെങ്കിൽ തുടരുക, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോവുക. ഇനി അടുത്തത്, എന്താണ് അതിൽ ചൊല്ലേണ്ടത്? എന്താണ് നമ്മളതിൽ ചൊല്ലേണ്ടത്? നിങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് ചൊല്ലാനൊന്നും അറിയില്ലേ? എന്നാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറഞ്ഞോളൂ, വിരോധമൊന്നുമില്ല. ഇനി അതല്ല, ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ചില ദുആകളുണ്ട്. ഒന്ന്, സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇതറിയാത്തവർ പഠിക്കുക, അത് നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ സജദ വജ്ഹിയ, എൻ്റെ മുഖത്തെ ഇതാ വെച്ച് കഴിഞ്ഞു, ലില്ലദീ ഖലഖഹു, ആ മുഖത്തെ പടച്ചവൻ, അതിന് രൂപം കൊടുത്തവൻ, കണ്ണും കാതുമൊക്കെ കീറി എനിക്ക് കണ്ണും കാതുമൊക്കെ തന്നവൻ, ബിഹൗലിഹി വഖുവ്വതിഹി, അവൻ്റെ ശക്തിയും പവറും ഒക്കെ കൊണ്ട്. ഇതാണ് തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് വേറെ ചില റിപ്പോർട്ടിലുണ്ട്. എന്ത്? പടച്ചവൻ ഏറ്റവും എത്ര നല്ല സൃഷ്ടാവാണ് എന്നിങ്ങനെ അർത്ഥം വരുന്ന. അപ്പോൾ അതാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഇനി കുറച്ചും കൂടെ ഈ വിഷയത്തിൽ ഒന്നും കൂടെ നമ്മളൊന്ന് പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു ദിക്റും കൂടെ, പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ അത് നമ്മൾ പഠിച്ചു വെക്കണം, നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കണം. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആണ് ഈ സംഭവം പറയുന്നത്. അദ്ദേഹം പറയണേ, ജാ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി തങ്ങളുടെ സമീപത്തേക്ക് വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? എന്താ അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നത്? ഞാനൊരു മരത്തെ സുത്രയാക്കിയിട്ട്, എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ പിന്നിലിങ്ങനെ, സുത്ര എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നിസ്കരിക്കുമ്പോൾ നേരെ ഒരു മറവാണല്ലോ മുമ്പിൽ. എവിടെയാണെങ്കിലും നിസ്കരിക്കുമ്പോൾ ഒരു മറവാണ്, വലിയ പുണ്യമുള്ള സംഗതിയാണ്. പള്ളികളിലൊക്കെ നിസ്കരിക്കുമ്പോൾ പല ആൾക്കാരും ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കൂല. ഒന്നുകിൽ തൂണ്, അല്ലെങ്കിൽ ചുമര്, അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവനായാലും മതി, ഇല്ലെങ്കിൽ സ്റ്റൂളിന് മാറ്റിയിട്ടോളി, അതായാലും മതി, ഇല്ലെങ്കിൽ നമ്മൾ ഖുർആൻ വെക്കുന്ന ആ സാധനം ഒന്നിങ്ങനെ പൊക്കി വെച്ചാൽ അതായാലും മതി. എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുന്ന വളരെ ഏറ്റവും പുണ്യമുള്ള അക്കതായൊരു സുന്നത്താണ്. നിസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ ഒരു മറ വേണം. അപ്പം ഞാൻ അങ്ങനെ ഒരു മരത്തെ മറയാക്കിയിട്ട് ഒരു മരത്തിൻ്റെ പിന്നിൽ ഞാൻ അങ്ങനെ നിസ്കരിക്കണം. നോക്കണം, സഹാബിമാരൊക്കെ കാണുന്ന സ്വപ്നം. ഞാനിങ്ങനെ മരത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ നിസ്കരിക്കണം. അങ്ങനെ ഫസജത്തു, അങ്ങനെ ഒരു സുജൂദിന്റെ ആയത്തോതിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സുജൂദിലേക്ക് പോയി. ഫസജദതി ശജറതു ലിസുജൂദി, എൻ്റെ സുജൂദ് കണ്ടിട്ട് മരം സുജൂദിലേക്കാണ് പോയി. സ്വപ്നം കാണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രല്ല, ആ മരം ഇങ്ങനെ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നതും ഞാൻ കേട്ടു. എന്താണ് ആ മരം പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അക്തുബ് ലീ ബിഹാ ഇൻദക അജ്റാ വളഅ അന്നി ബിഹാ വിസ്റാ വജ്അൽ ലീ ഇൻദക ദുഖ്റാ വതഖബ്ബൽഹാ മിന്നി കമാ തഖബ്ബൽതഹാ മിൻ അബ്ദിക ദാവൂദ്. ഇതിന്റെ അർത്ഥം എന്നറിയോ? അല്ലാഹുവേ, നീ ഇത് കാരണമായിട്ട് നിന്റെ അടുക്കൽ എനിക്ക് വലിയ പ്രതിഫലം രേഖപ്പെടുത്തണേ. ഈ സുജൂദ് കാരണമായി എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപത്തിൻ്റെ ഭാരങ്ങളെ നീ പൊറത്തു തരണേ.
നിന്റെ അടുക്കൽ എനിക്ക് വലിയ ഒരു സൂക്ഷിപ്പ് സ്വത്താക്കി ഈ സുജൂദിനെ നീ മാറ്റണേ. നിന്റെ അടിമയായ ദാവൂദ് നബി അലൈഹിസ്സലാമിൽ നിന്ന് നീ സ്വീകരിച്ചതുപോലെ എന്നിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ. ഇതാണ് ആ മരം പ്രാർത്ഥിക്കുന്നത്. എന്താ ദാവൂദ് നബിയിൽ നിന്ന് സ്വീകരിച്ചതുപോലെ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? സൂറത്ത് സ്വാദിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനീതമായിട്ട് സുജൂദ് കിടന്നൊരു രംഗം പറയുന്നുണ്ട്. ഖറ റാക്കിഅൻ വഅനാബ്, റുക്കൂയിലും സുജൂദിലുമായി കൊണ്ട് അദ്ദേഹം വീണു, താണ് കേണ് റബ്ബിൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു എന്നാണ്. അത് പറഞ്ഞിട്ട് അള്ളാഹു തആല ഉടനെ പറയുന്നുണ്ട് ഫഗഫർനാ ലഹു, അദ്ദേഹത്തിന് പുറത്താണ് കൊടുത്തു. അതുപോലെ നിന്റെ അടിമയായ ദാവൂദിൽ നിന്ന് നീ സ്വീകരിച്ചതുപോലെ എന്നിൽ നിന്ന് എൻ്റെ ഈ സുജൂദ് നീ സ്വീകരിക്കണേ. ഇതാണ് പ്രാർത്ഥന. ഇത് നബിതങ്ങളോട് ആര് വന്നിട്ട് പറയണേ? ഒരു സഹാബി വന്നിട്ട് താൻ കണ്ട സ്വപ്നം പറയണം. ഇനി നോക്കൂ നിങ്ങൾ, ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇനി സംഭവം പറയണം. പിന്നീട് ഇത് കേട്ടതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സുജൂദിന്റെ ആയത്തോതി, എന്നിട്ട് സുജൂദ് ചെയ്തു. ആ സുജൂദ് ചെയ്തപ്പോ ആ മരം പറഞ്ഞതുപോലെ നബിതങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാം. അപ്പൊ ഇത് അതിലൊരു അപ്പൊ എന്താണ്? ഒന്നുകിൽ നമുക്ക് സുബ്ഹാന റബ്ബിയൽ അഅല, അതല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇങ്ങോട്ട് ചേർത്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ഇതും നിങ്ങൾക്ക് ആവർത്തിച്ച് ഇതിങ്ങനെ കേട്ടാൽ നിങ്ങൾക്കും പഠിക്കാവുന്നതേയുള്ളൂ. അപ്പം അതുകൊണ്ട് അതൊക്കെ അതിൻ്റെ ഒരു പൂർണ്ണമായ രൂപമാണ്, രീതിയാണ് എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സഹോദരങ്ങളെ, ഈ സുജൂദ് ചെയ്യുമ്പോൾ ഇതിന് പിന്നെ തശഹുദുണ്ടോ, അത്തഹിയാത്തുണ്ടോ? സുജൂദ് ചെയ്തതിൻ്റെ പിന്നെ അത്തഹിയാത്തുണ്ടോ? ഇല്ല. ശേഷം സുജൂദ് കഴിഞ്ഞ് സലാം വീട്ടണോ? വേണ്ട, അതുമില്ല. ഇതൊക്കെ സാധാരണ ആൾക്കാർ ചോദിക്കുന്നത് ഞാനിങ്ങനെ ഓർത്ത് നോട്ട് ചെയ്തിട്ട് പറഞ്ഞു തരികയാണ്. അപ്പം ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സാധാരണ ചോദിക്കാറുണ്ട്, ഇതിന് ഉളു വേണോ, ഹൈലുകാരിക്ക് ചെയ്യാമോ, ഔറത്ത് മറക്കണോ, ഖിബിലക്ക് മുന്നിടണോ? അതൊക്കെ അതിൻ്റെ ശ്രേഷ്ഠമായ രീതിയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ സ്ത്രീകൾ ഇപ്പോൾ തലയിൽ മുണ്ടൊന്നുമില്ലാതെ തലയിൽ പിന്നെ തലയൊന്നും മറക്കാതെ ഇരുന്നിട്ട് ഖുർആൻ ഓതൂലേ, ഇപ്പോൾ സുജൂദ് ചെയ്തൂടെ? ചെയ്യാം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ആളുകൾ അവരതിന് തെളിവായിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ സുജൂദ് ചെയ്തപ്പോൾ മുശ്രിക്കുകളും സുജൂദ് ചെയ്തു എന്നാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ പണ്ഡിത ലോകത്തുള്ള ചർച്ചകളാണ്. നേരത്തെ പറഞ്ഞത് ഇവിടെ ഓർക്കുക, ഈ ഇളവ് മാത്രം എടുക്കണ്ട, പൂർണ്ണതക്ക് ഒക്കെ വേണം. ഉളു ഉണ്ടായിക്കോട്ടെ, ഖിബിലക്ക് മുന്നിട്ടിട്ടായിക്കോട്ടെ, തലക്ക് പറിച്ച് ആ പൂർണ്ണമായ നിസ്കാരത്തിൻ്റെ രീതിയിൽ തന്നെ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ തന്നെ. എന്നാൽ ചില ഘട്ടങ്ങളിൽ അതിനൊക്കെ ഒരു പ്രയാസം തോന്നുമ്പോൾ വേണമെങ്കിൽ ചെയ്യാം. ഇത് നിസ്കാരം തന്നെയാണോ അതോ നിസ്കാരത്തിൻ്റെ പുറത്തുള്ള ഒരു ഏർപ്പാടാണോ എന്നുള്ള തർക്കത്തിൽ നിന്നാണ് ഈ തർക്കവും ഉടലെടുക്കുന്നത്. നിസ്കാരമാണെന്ന് അഭിപ്രായപ്പെട്ടവരെന്ത് പറഞ്ഞു? നിസ്കാരത്തിന് വേണ്ട ഷർത്തൊക്കെ ഇതിനും വേണം. അതല്ല, ഇതൊരു കേവലം നിസ്കാരത്തിന് പുറത്തുള്ള ഒരു സൽക്കർമ്മമാണ് എന്ന് പറഞ്ഞവരാണ് മറ്റേ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തിൽ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ഒരു വീക്ഷണ വ്യത്യാസം ഉണ്ടാവാൻ കാരണം അതാണ്. അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നിസ്കാരത്തിലാണെങ്കിൽ സുജൂദിന് ശേഷം എഴുന്നേറ്റാൽ നമുക്ക് വേണമെങ്കിൽ അല്പം ഓതാം, അല്ലെങ്കിൽ നേരെ റുക്കൂയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ സൂറത്തുൽ അലഖ് ഓതി, അങ്ങനെ സുജൂദിൻ്റെ നേരെ സുജൂദിലേക്കാണ് പോയി. പിന്നെയും നമ്മൾ നൃത്തത്തിലേക്ക് വരണമല്ലോ. നൃത്തത്തിലേക്ക് വന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു ചെറിയ സൂറത്തും കൂടി ഓതിയിട്ടാണോ റുക്കൂയിൽ പോകേണ്ടത്, അതോ നൃത്താണ് പൂർത്തിയാക്കിയതിൻ്റെ ശേഷം നേരെ റുക്കൂയിലേക്ക് പോകാമോ? രണ്ടും ആവാം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു സൂറത്ത് ഓതാ എന്നിട്ട് റുക്കൂയിൽ പോവാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നേരെ അങ്ങോട്ട് നിന്നു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നൃത്തത്തിലേക്ക് നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് റുക്കൂയിലേക്ക് നേരിട്ട് പോവുകയും ചെയ്യാം. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ.